ജെറുസലേം ദേവാലയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ പരീശന്മാരും ചുങ്കക്കാരും ആ ജനത്തെ കളിയാക്കി പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ? അപ്പോൾ യേശു പറഞ്ഞു, അവരെ തടയണ്ട, നിങ്ങൾ ഇവരെ തടഞ്ഞാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് യേശു പറഞ്ഞതുപോലെ ആ കല്ലുകൾ വരെ യേശുവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ പോവുക. നമ്മുടെ സർവസ്തുതിയും നമ്മുടെ സർവമാനവും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവത്തെ നമ്മൾ ഇന്ന് ആരാധിക്കുക. സർവവും മറന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവം ഇന്ന് ഈ രാത്രിയിൽ ഈ ഓശാന ദിവസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് എത്ര പേർക്ക് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യേശുവേ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സകല സ്തുതിയും സകല സ്തോത്രവും കർത്താവേ, സകല ആരാധനയും അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മേലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്തെല്ലാം കഷ്ടതകൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഭാരത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തേക്ക് നീ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. എന്തെല്ലാം കഷ്ടതയായാലും ആ കഷ്ടത നടുവിൽ നിന്റെ മേലിറങ്ങുന്ന ഒരു ദൈവം, നീ ആരാധിക്കുമ്പോൾ നിന്റെ മേലിറങ്ങുന്ന ദൈവം, അപ്പവറിന് നിനക്ക് ആരാധിക്കാൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം നീ ആരാധിക്കുക. ഈ നിമിഷമാ നിന്റെ മേൽ ദൈവം ഇറങ്ങുന്നത്, കഷ്ടതയിൽ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 3 ഒരു അത്ഭുത പ്രവൃത്തി കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു മാറ്റിയ അത്ഭുതത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകനെ 2000 പന്നിയിലേക്ക് അശുദ്ധാത്മാക്കളെ മാറ്റിയപ്പോൾ ശുദ്ധനായി നിന്നൊരു മനുഷ്യൻ. ഹല്ലേലൂയ. രക്തസ്രാവം ബാധിച്ച സ്ത്രീ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിതുമ്പിൽ തൊട്ടപ്പോൾ അനുഗ്രഹം പ്രാപിച്ച സ്ത്രീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സെനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ യേശുവെ അവളെ ഉയർപ്പിച്ച ഒരു യേശു. ഹല്ലേലൂയ. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മേശനാമക്കൊരുക്കുമല്ലോ, മേശനാമക്കൊരുക്കുമല്ലോ, ഘോരവൈരിയിൻ നടുവിലവൻ മേശനാമക്കൊരുക്കുമല്ലോ, മേശനാമക്കൊരുക്കും. അതിനാൽ സ്തുതി സ്തുതി എൻ മനമേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
യേശുവേ ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ കർത്താവേ ഞങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഏറ്റെടുക്കണമേ അപ്പാ. ഞങ്ങളുടെ കഷ്ടതകളെ അങ്ങ് ഏറ്റെടുക്കണമേ അപ്പാ. ഞങ്ങളുടെ രോഗങ്ങളെ, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ അവസ്ഥകളെ കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ അപ്പാ. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അപ്പ. അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, അപ്പാ പിതാവേ ആരാധന. ഹല്ലേലൂയ. ഭാരത്താൽ വലഞ്ഞിടിലും രോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും രോഗത്താൽ അലഞ്ഞിടിലും, നീളും ഒരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ ആശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചൊന്ന് പാടിയേ. നീളും ഒരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശുവേ ആരാധന, ആരാധന, ആരാധന കർത്താവേ. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. കുറവുകളെ ഏറ്റെടുക്കുന്ന ദൈവം, സകലത്തെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കാരണം അവൻ സ്തുതിക്ക് യോഗ്യനായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞതുപോലെ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ ആ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. ആ ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഗീതങ്ങളോടെ കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ, ആ ദൈവത്തെ ആരാധിക്കാനായി നമുക്ക് തന്നെ വിട്ടുകൊടുത്തിട്ട് ആ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ, നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ, നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നത് നമ്മുടെ സകലവിധമായ പാപത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും ഉള്ള സകലം നമ്മൾ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് നിത്യ ജീവൻ നൽകുവാനാണ്. ഹല്ലേലൂയ. ആരൊക്കെ ജീവനുള്ള ദൈവമായ കർത്താവിന്റെ ക്രൂശുമരണത്തെ ഏറ്റെടുത്തുകൊണ്ട് അവനോട് കൂടെ സ്വന്തം പാപത്തെയും സകലവിധമായ ശാപത്തെയും അവന്റെ ക്രൂശിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് പറയുകയാണ്, ആരൊക്കെ യേശു ക്രിസ്തുവിൽ രൂപപ്പെടുന്നു അവന്റെ മേൽ പാപത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും ഭീതി അവനിൽ നിന്ന് എടുത്തു മാറ്റി അവനെ
പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യ അവകാശമാക്കുന്ന ദൈവമേ കർത്താവ് ഇടയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ വിജയം വരിച്ച, നമുക്ക് വേണ്ടി വിജയം വരിച്ച, കാൽവറി യാഗമായി തീർന്ന് മരണത്തെ ജയിച്ച സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു, യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രമേ ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രമേ ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ മക്കളുടെ മേലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ.